സാർ, SIT രാഷ്ട്രീയക്കാരുടെ മുന്നിൽ മുട്ടുമടക്കുകയാണല്ലോ. രാഷ്ട്രീയക്കാരെ പേടിയാണ് SITക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, SITയുടെ മൊത്തം അന്വേഷണം ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതി പ്രമുഖരിലേക്ക് അന്വേഷണം എത്തുന്നതും അവരുടെ അറസ്റ്റും എന്ന നിലക്കാണ് SIT ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം ആയതുകൊണ്ട് അതിൻ്റെ ഒരു പരിരക്ഷ കിട്ടും എന്ന് കരുതിയായിരിക്കും അവർ ഇത്രയും ധിക്കാരത്തോടു കൂടി ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10/10/2025 കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ 4-ാം ഖണ്ഡികയിൽ പറയുന്ന വ്യാജ മഹസറുണ്ടാക്കിയ 10 പേരിൽ ഇതുവരെ 2 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ചോദ്യം ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രതികളെ മുഴുവൻ സ്വതന്ത്രമായി മേയാൻ അഴിച്ചു വിട്ടേക്കാണ്. ഇതിനിടയിൽ ഈ പ്രതികളെല്ലാവരും തന്നെ അവർക്കെതിരെ വരാവുന്ന മുഴുവൻ തെളിവുകളും നശിപ്പിച്ചിരിക്കും. SITക്ക് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിയും പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ എന്ന നിലക്കാണ് എനിക്ക് പോറ്റിയുമായി പരിചയം എന്നാര് പറഞ്ഞ്? കടകംപള്ളി പറഞ്ഞു. പക്ഷേ കടകംപള്ളി പോറ്റിയുടെ അച്ഛൻ്റെ 90-ാം ജന്മദിനത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി അവിടെ പോകുന്ന സമയത്ത് രാജു എബ്രഹാമിനെ കൂട്ടുകയും ചെയ്തു. ആരാണ് രാജു എബ്രഹാം? രാജു എബ്രഹാം പത്തനംതിട്ട ആ പ്രദേശത്തു നിന്ന് വരുന്ന ഒരാളാണ്. പത്തനംതിട്ട CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ശബരിമലയുടെ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കുന്നു എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. ശരിയായിരിക്കാം. അപ്പോൾ ഇവർ പോകുന്നു. ആൻ്റോ ആൻ്റണിയും അടൂർ പ്രകാശും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് അറിയൊന്നുമില്ല, വെറുതെ കണ്ടതാണ്, വെറുതെ പോയതാണെന്നാണ്. എന്നിട്ട് പോകുന്നത് പെങ്ങളുടെ മകളുടെ നൂലുകെട്ടിന് പോവുകയാണ്. അപ്പോൾ എന്താണ് പോറ്റിയും ഇവരും തമ്മിലുള്ള ബന്ധം? എന്താണ് സോണിയക്കും പോറ്റിക്കും തമ്മിലുള്ള ബന്ധം? ഇതൊക്കെ ഇവർ പ്രമുഖരായതുകൊണ്ട് തന്നെ ഇവരെ അന്വേഷിച്ച് ഇവരുടെ മൊഴിയെടുക്കെങ്കിലും വേണ്ടേ? ആ മൊഴിയെടുപ്പ് കടകംപള്ളിയുടെ അല്ലാതെ വേറെ ആരുടെയും നടന്നിട്ടില്ല. കടകംപള്ളി 1 ദിവസമോ 2 ദിവസമോ മറ്റോ മൊഴിയെടുത്തു എന്ന് പറയണം. അതും പേരിന് വേണ്ടി മൊഴിയെടുത്തു എന്നല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്വേഷണം ഇത് എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായമാണെങ്കിൽ ഇപ്പോൾ എന്നെ ചീത്ത വിളിക്കാമെന്ന് വെക്കാം. ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? അന്വേഷണത്തിൽ കൃത്യവിലോപം നടന്നിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ സെലക്റ്റീവായി അറസ്റ്റ് ചെയ്യുന്നു, ചിലരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കല്ലാണ്ട് വേറെ ലോകത്ത് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ 8 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? 8 പേരെ പ്രതിയാക്കേണ്ടതല്ലേ? പിന്നെ ഇതിനേക്കാളെല്ലാം ഗൗരവമായിട്ടുള്ള കാര്യം, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന വസ്തുവകകൾ ഒന്നും തന്നെ കണ്ടെടുത്തിട്ടില്ല. ഇതൊക്കെ കണ്ടെടുക്കാതെ എങ്ങനെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക? 90 ദിവസം കഴിഞ്ഞല്ലോ തുടങ്ങിയിട്ട്. ഈ പരിപാടി തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതി ഇത് പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം ബെഞ്ച് സമ്പൂർണ്ണ സംതൃപ്തിയും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ദേവസ്വം ബെഞ്ച് പ്രകീർത്തിക്കുന്ന ഈ സംതൃപ്തി സിംഗിൾ ബെഞ്ചിന് ഇല്ല. കാരണം സിംഗിൾ ജഡ്ജ് പറയുന്നത് ഇതെന്താണ് ഇവർ ചെയ്യുന്നതെന്നാണ്. പ്രതികൾ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. പ്രതികൾ രക്ഷപ്പെടുന്നല്ല, പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് SIT എന്നാണ് ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം. പ്രതികളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഏതൊക്കെ കാര്യം പറഞ്ഞിട്ട് പ്രതികളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും? അങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞ് പ്രതികൾക്ക് രക്ഷാകവചം ഒരുക്കുകയാണ്. ശങ്കരദാസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്
ശങ്കർദാസിന് ഇപ്പം എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേട്ട്. അത് SITയുടെ മുഴുവൻ വിശ്വാസ്യതയും തകർന്നതല്ലേ ശങ്കർദാസിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്നേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം സംരക്ഷിക്കുകയും താല്പര്യമില്ലാത്തവരെ, ഇവർക്ക് ആകെ ഒരു കർശനമായത് മുരാരി ബാബുവിൻ്റെ അടുത്താണ്. അവനൊരു ചെറിയ മത്സ്യമാണ്, ചെറിയ മീനാണ്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി. ബാക്കിയുള്ളവരുടെ അടുത്തോ, ബാക്കിയുള്ളവർക്ക് കോടതി ജാമ്യം കൊടുക്കാഞ്ഞിട്ടാണ് ഇവരുടെ കുഴപ്പം, ഇവരുടെ പരിശ്രമം കൊണ്ടല്ല. പക്ഷേ 90 ദിവസം കഴിയുമ്പോഴേക്കും ഈ എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങും. അപ്പോഴും ഈ അന്വേഷണം എങ്ങും എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അവരെന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? കൃത്യവിലോപം സംഭവിച്ചതിൻ്റെ കാരണം ഇത് വേഗത്തിൽ പോകുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. വേറെ ആരെയാണ് ഇത് ബാധിക്കുന്നത്? അത് കടകംപള്ളിയെ തൊട്ടാൽ അത് പിണറായിക്ക് നാണക്കേടാകും എന്നുള്ളത് കൊണ്ടല്ലേ? അത് കടകംപള്ളിയെ തൊട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് നാണക്കേടാണ്, അത് പിണറായിക്ക് മോശമാവും. പിന്നെ മറ്റവരെ തൊട്ട് കഴിഞ്ഞാൽ ആർക്കാണ്? സോണിയക്ക്. കാരണം അടൂർ പ്രകാശിനെയും ആൻ്റോ ആൻ്റണിയെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യാത്തതെന്ന് വരില്ലേ? ശിവൻകുട്ടി നിയമസഭയിൽ പറയുകയും ചെയ്തു, ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചർച്ചയെ വേണ്ടാന്ന് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം വന്നിട്ട് പ്രതിപക്ഷം ചർച്ച വേണ്ടെന്ന് വെച്ചത് അവരുടെ നേതാവായ സോണിയാഗാന്ധിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷത്തിൻ്റെ ഈ പരാക്രമം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്ത് എന്തോ ചീഞ്ഞു നാറുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രമുഖരായ രാഷ്ട്രീയ കക്ഷികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താ ചെയ്യണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരാൾക്കും അറിയില്ല. അതീവ രഹസ്യമായി കോടതിയും SITയും മാത്രമായിട്ട് അന്വേഷണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല പ്രതികളും പല ഉന്നതരുടെയും പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയ അപമാനമായിരിക്കും. അപ്പോൾ അവരുടെ മാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ്. അവരുടെ മാനം സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് കോടതിക്കുള്ളത്? അല്ല, കോടതിക്ക് എന്ത് ബാധ്യതയുണ്ട്? SITക്ക് എന്ത് ബാധ്യതയുണ്ട് ഇതിനകത്ത്? കാരണം ഇത് പൈസ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിനാണ് രൂപ ഇട്ടിരിക്കുന്നത്, ഒന്നും രണ്ടുമല്ല. അത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടതെന്ന് വെച്ചാൽ ഏതോ ഒരു ബ്ലേഡ് കമ്പനി കൊണ്ട് ഈ തന്ത്രി 2.5 കോടി ഇട്ട്, ബ്ലേഡ് കമ്പനി പൊട്ടി, തന്ത്രി ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാശ് തന്ത്രിയുടെ ഒലിച്ചു പോയി. അപ്പോൾ ഇത് ഒലിച്ചു പോകത്തക്ക വിധത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? നിയമപ്രകാരമല്ലാത്ത പണം സൂക്ഷിക്കുകയും ആ പണം വെച്ച് കൈകാര്യം ചെയ്യുകയും ആ പണത്തിൻ്റെ സ്വാധീനത്തിൽ അധികാരികളെയും അന്വേഷണത്തെയും നിലക്ക് നിർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ശബരിമലയിലുണ്ട്. ആ സംവിധാനത്തിൻ്റെ മുന്നിൽ SITയും മുട്ടുമടക്കി നിൽക്കുകയാണ്. വ്യാജ മഹസർ തയ്യാറാക്കിയെന്ന് ഞാനല്ല പറയുന്നത്, കോടതി, ദേവസ്വം ബെഞ്ച്. അവരെ അറസ്റ്റ് ചെയ്യണ്ടേ? ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് തന്ത്രിക്ക് വേണ്ടി ഇത് വാദിക്കാൻ വേണ്ടി ചില കേസില്ല വക്കീലന്മാർ വൈകുന്നേരം വന്ന് ചാനലുകളിൽ ഇരിക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം 7 മണിക്കൊക്കെ കേസുള്ള ഏതെങ്കിലും ഒരു വക്കീലിന് വന്ന് ചാനലിൽ ഇരിക്കാൻ പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. കാരണം ആ സമയത്താണ് അവരുടെ കക്ഷികൾ വരുന്നതും ഫീസ് വാങ്ങിക്കുന്നതും നാളത്തേക്കുള്ള കേസിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ വിശേഷിച്ച് പണിയൊന്നുമില്ലാത്ത വക്കീലന്മാരാണ് അവിടെ വന്നിരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഇവരൊക്കെ സുപ്രീം കോടതിയിൽ വാദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരെന്താണ് സുപ്രീം കോടതിയിൽ വാദിച്ചതെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി ലോയർ എന്ന നിലക്കാണ് വരുന്നത്. ഇവർ വന്നുകൊണ്ട് പറയുന്നുണ്ട് തന്ത്രിക്കെതിരെയുള്ള കേസ് വ്യാജ മഹസർ ഉണ്ടാക്കി എന്നുള്ള കേസുണ്ട്, അതിൻ്റെ തെളിവുണ്ട്. അത് വ്യാജരേഖ ചമക്കലാണ്. എന്താണ് കള്ളം പറഞ്ഞത്?
സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്നുള്ളത് വെറും ചെമ്പുപാളി എന്ന് വ്യാജ മഹസർ എഴുതി കൊടുത്തത് തന്ത്രി അടക്കമാണ്. എന്നിട്ടും ചോദിക്കും തന്ത്രിക്കെതിരെ എന്ത് തെളിവുണ്ടെന്ന്. എന്നാൽ പിന്നെ ഇവർ തന്ത്രിക്ക് വേണ്ടി കോടതിയിൽ പോയി ആർഗ്യൂ ചെയ്യട്ടെ. അതിന് ചാനലിലിരുന്നുകൊണ്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും പറയണം അവർക്കെതിരെ തെളിവില്ല എന്നാണ്. ഈ വ്യാജ മഹസർ ഹൈക്കോടതിയുടെ ഉത്തരവിലുള്ളതല്ലേ. അല്ല 10 പേരെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ, ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അവരൊക്കെ ദിവ്യന്മാരാണ്. SITയുടെ മുന്നിൽ അവരൊക്കെ ദിവ്യന്മാരാണ്. അപ്പോൾ ഈ SIT അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.